സിന്നസ് എന്ന മൂവി കണ്ടു. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഇത് കാണാൻ ചാൻസ് കിട്ടിയത്. ബ്ലാക്ക് പാന്തർ ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള റയാൻ കുഗ്ലർ ആണ് ഈ പടം ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആസ് യൂഷ്വൽ ഇതിന്റെ ലീഡ് റോൾ ചെയ്യുന്നത് മൈക്കിൾ ബി ജോർഡൻ ആണ്. കാരണം പുള്ളിക്കാരനും മൈക്കിൾ ബി ജോർഡനുമായിട്ടുള്ളത് ഫിഫ്ത്ത് മൂവിയാണ്. അപ്പൊ മൈക്കിൾ ബി ജോർഡൻ ഇതിൽ ഡബിൾ റോൾ ആണ്. സ്മോക്ക് ആൻഡ് സ്റ്റാക്ക് എന്നുള്ള ട്വിൻ ബ്രദേഴ്സ് ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. പിന്നെ ഇതിൽ ഫീമെയിൽ ലീഡായിട്ട് വരുന്നത് ഹെയ്ലി സ്റ്റെയിൻഫീൽഡ് ആണ്. മേരി എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രദേഴ്സിൽ തന്നെ സ്റ്റാക്ക് എന്ന ക്യാരക്ടറിന്റെ ലവർ ആയിട്ടാണ് മേരി വരുന്നത്. അപ്പോ ഇതാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സ് ഇവരാണ്. ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ട്വിൻ ബ്രദേഴ്സ് വേൾഡ് വാർ 1 പങ്കെടുക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നതാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അപ്പോ അവർ തിരിച്ചു വരുന്ന മുന്നേ ചിക്കാഗോയിൽ പോയതും അവിടെ വെച്ചിട്ട് ഒരു കാസിനോയും അതുപോലെ ഒരു ട്രെയിനും റോബ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇതില്. അങ്ങനെയാണ് ഇവർ കുറച്ച് പൈസ ആയിട്ടൊക്കെ തിരിച്ചു വരുന്നതും അതിനുശേഷം പിന്നീട് അവിടെ ഉള്ള ഒരു വൈറ്റ് മാൻ്റെ അടുത്തുനിന്ന്. ഈ വൈറ്റ് മാനെ എടുത്തു പറയാൻ കാരണം ഈ സിനിമ കാണിക്കുന്ന സമയത്ത് 1932 എന്നുള്ള കാലഘട്ടമാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ വളരെയധികം റേസിസം അമേരിക്കയിൽ നിലനിന്നിരുന്ന കാലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബ്ലാക്സിനോട് വളരെയധികം ഹേറ്റഡ് കൊണ്ടുവന്നിരുന്നു വൈറ്റ്സ് ആ കാലത്തൊക്കെ. ഈ ബ്ലാക്സിനെ കൊല്ലാൻ വേണ്ടി ഹേറ്റഡ് കൊണ്ട് മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കുൻ ക്ലക്സ് ക്ലാൻ. ഈ കുൻ ക്ലക്സ് ക്ലാനിനെ കുറിച്ച് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ക്ലാനിലെ ആളാണോ എന്ന് ഈ വൈറ്റ് മാനോട് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വാങ്കോബർ പൊതുവെ ഈ ബ്ലാക്ക് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നുണ്ട്. ഈ ബ്ലാക്സിനെ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച് കൂടുതൽ പറഞ്ഞു വരലുണ്ട് പൊതുവെ പടത്തിലൊക്കെ. ഈ പടത്തിലും ആ ഒരു സംഭവം ഉണ്ട്. ഈ പടം ഒരു ഹൊറർ മൂവി ആട്ടോ. തുടക്കത്തിൽ ഇത് ഇങ്ങനെയൊക്കെ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ, അന്നുള്ള വെസ്റ്റേൺ സ്റ്റൈലിൽ ഉള്ള പഴയ അമേരിക്കൻ കാലഘട്ടവും അന്നുള്ള ആൾക്കാരുടെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് തുടക്കത്തിൽ. അങ്ങനെ ഇവരെ സ്ഥലം വാങ്ങുന്നത്. പിന്നെ ഇവര് അവിടെ വളരെ ഫേമസ് ആണ്. ഇവരുടെ നാട്ടിൽ വളരെ അറിയാം. ഈ സ്മോക്ക് സ്റ്റാക്ക് ബ്രദേഴ്സ് എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് ഈ പടം തുടങ്ങുന്നത്. പിന്നീട് അപ്പൊ ഈ സ്ഥലം വാങ്ങിയതിനു ശേഷം ഇവരുടെ ആൾക്കാർ എന്ന് വെച്ചാൽ ഇവരെ ബ്ലാക്സ് ആയിട്ടുള്ള ബാക്കി ആൾക്കാർക്ക് ഒരു പാർട്ടി വെക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവർ വന്നതിന്റെ സന്തോഷത്തിൽ എല്ലാവരും കുടിച്ച് ഇവരൊരു ബ്ലൂസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പൊ പാട്ടൊക്കെ കേട്ട് വളരെയധികം എൻജോയ് ചെയ്യണം എന്നുള്ള നിലക്ക് ഒരു കൂടലാണ്. ഇപ്പൊ ഈ ബ്ലൂസ് എന്ന പാട്ട് ഈ നീഗ്രോസ് തലമുറകളായിട്ട് കൈമരുന്ന് വരുന്ന ഒരു പാട്ടാണ്. എന്നുവെച്ചാൽ ആദ്യത്തെ ആള് മുതൽ പിന്നീട് ഇങ്ങോട്ട് ഫ്യൂച്ചർ വരെ പോകുന്ന സംഭവമായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഈ പാട്ട്. അപ്പോ ഇതിലൊരു വൈറ്റ് ഗേൾ എന്ന് വെച്ചാൽ ഈ മേരി എന്ന് പറഞ്ഞത് അറിയാലോ, ഹെയ്ലി സ്റ്റെയിൻഫീൽഡ് ആണ് റോൾ ചെയ്തിട്ടുള്ളത്. അതൊരു വൈറ്റ് ഗേളാണ്. പക്ഷെ അവരുടെ ഗ്രാൻഡ് ഫാദർ ഒരു നീഗർ ആയതുകൊണ്ട് തന്നെ അവരും ഈ ഗ്രൂപ്പിൽ പെടും. ഇവർ ഈ ഫാമിലി എന്ന് പറഞ്ഞതിൽ തന്നെ അവരെ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ഒരാൾ മാത്രം ഇതിൽ വൈറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പാർട്ടി ബേസിൽ ഇങ്ങനെ കൂടാനുള്ള തീരുമാനമൊക്കെ വന്ന് അങ്ങനെ ആ പാർട്ടിയാണ് പിന്നെ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഇവർക്ക് ഒരു കസിൻ ബ്രദർ ട്വിൻസിന് ഒരു സാമി എന്ന് പറഞ്ഞിട്ട്, അതും ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആളുടെ സൗണ്ടൊക്കെ നല്ല രസമാണ്. ആ ആക്ടറിന്റെ വളരെ ബേസുള്ള സൗണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ കഥ മുന്നോട്ട് പോണത്. അപ്പോ ഇവർ ഈ ആഘോഷം, ഇവർ ഈ പാർട്ടി കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് എടുക്കുന്നത്. അപ്പൊ ഇവർ ഇതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ്, പിന്നെ ഈ പാർട്ടി, അങ്ങനെയാണ് ഈ പടം ഇങ്ങനെ പോയോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് എന്താ പറയുക, മൈക്കിൾ ബി ജോർഡൻ ചെയ്ത ട്വിൻ ക്യാരക്ടേഴ്സ് അത് വളരെ ഡിഫറെന്റ് രണ്ട് ക്യാരക്ടേഴ്സ് പോലെ തന്നെ ഫീൽ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലുക്കിൽ മനസ്സിലാവും ഇതിൽ ആരാ സ്മോക്ക്, ഇതിൽ ആരാ സ്റ്റാക്ക്. അത്രയും ഡീറ്റെയിൽഡ് ആൻഡ് മൈന്യൂട്ടായിട്ടാണ് മൈക്കിൾ ബി ജോർഡൻ ഈ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിരുന്നു. അപ്പൊ ഈ പടം ഇങ്ങനെ പോയി പിന്നീട് ഇതിലൊരു വാമ്പയർ ക്യാരക്ടർ വരികയാണ്. പിന്നെ വാമ്പയർ ക്യാരക്ടർ വന്നതിന് ശേഷം പിന്നെ വേറെ ആൾക്കാരെ കടിച്ച് പിന്നെ വാമ്പയർ ആവണതും പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പോണത്. അപ്പോ അവിടെ നിന്നാണ് ഈ ജോണർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. നമുക്ക് ജോണർ ഷിഫ്റ്റ് ചെയ്തൊരു ഹൊറർ ടച്ചിലേക്ക് ഈ പടം പോണത്. വളരെ ജംപ് സ്കെയർസ് നിറഞ്ഞ ഹൊറർ ഒന്നല്ല. ഒരു ഹൊറർ എന്ന് പറയുന്നത് ഇതിൽ ഈ പറഞ്ഞ പോലെ കുറെ ബ്ലഡ്, പിന്നെ ഇവർ ഈ വാമ്പയർസിനെ കാണുമ്പോൾ ഉള്ള ഒരു ഭീകരത, അത്രയൊക്കെ തന്നെ ഇതിൽ ഹൊറർ ആയിട്ടുള്ളൂ. ജംപ് സ്കെയർസ് ഒന്നുമില്ല. സ്ട്രെയിറ്റ് ഒരു ത്രില്ലർ പോലെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നീട് ഇത് പോണത് പിന്നെ അവിടെ ഉണ്ടാണ് ബാക്കി കാര്യങ്ങളാണ്. ഞാൻ സ്പോയിൽ ചെയ്യണില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഒന്ന്, ഇതിന്റെ മ്യൂസിക് ഭയങ്കര വൈബ് ആയിരുന്നു. ഈ പടത്തിന് തന്നൊരു വൈബ് ഉണ്ട്. എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ഒരു കാറിന്ന് ഈ സാമി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ കാറിൽ പോകുമ്പോൾ ഒരു പാട്ട് പാടുന്നുണ്ട്. എന്താ രസം! ഭയങ്കര ഒരു വെസ്റ്റേൺ സ്റ്റൈൽ പാട്ട്, നല്ല രസത്തിൽ കേൾക്കാൻ പറ്റും. അതുപോലെ കഴിഞ്ഞിട്ട് പിന്നെ പല പാട്ടുകളും കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ കിഡിലായിരുന്നു. എസ്പെഷ്യലി ഇതിൽ ഈ പാട്ടിൽ വെച്ചിട്ട് ഇവര് ബ്ലൂസ് എന്ന് പറഞ്ഞ പാട്ട് പാടുന്ന സമയത്ത് ഒരു സാമിന്റെ ഒരു ഗിറ്റാർ വെച്ചിട്ട് ഒരു ഷോട്ട് ഉണ്ട്, ഒരു സിംഗിൾ ഷോട്ട്. അത് ഈ ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് സ്പിരിറ്റ്സ് ഒക്കെ കൂടിയിട്ട് ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒരു ഷോട്ടാണ്. അത് ഗംഭീര ഷോട്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഒരു സിംഗിൾ ഷോട്ടാണ്. ഫുൾ ക്രൗഡഡ് ആയിട്ട് സ്ഥലത്താണ് ആ ഷോട്ട് എടുത്തിട്ടുള്ളതെന്ന് ആലോചിക്കണം.
അപ്പൊ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഞാൻ പറഞ്ഞ ഷോട്ട് എന്നുള്ളത്. അതും അടിപൊളിയായിരുന്നു. പിന്നെ പെർഫോമൻസ് ബാക്കി ആരും എനിക്ക് പറയല, എല്ലാവരും കിട്ടില്ലായിരുന്നു. എസ്പെഷ്യലി മൈക്കിൾ ബി ജോർഡൻ എന്താ പറയുക, സ്വാഗ് ആയിരുന്നു ആ സീനിൽ. പല സീനുകളിലും ഫൈറ്റ്സ്, അതുപോലെ അഭിനയം തന്നെ ഞാൻ പറഞ്ഞില്ല, രണ്ട് ക്യാരക്ടർ ചെയ്ത് തന്നെ വളരെ വ്യത്യാസമായിരുന്നു. അപ്പോ ഇതാണ് ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് ഈ ഇവരെ ഈ ഒരു മ്യൂസിക്, ഈ ക്യാമറ ഷോട്ട്, പിന്നെ ഡയറക്ഷൻ. ഓഫ് കോഴ്സ് ഇതൊക്കെ ഡയറക്ഷൻ കാരണമാണല്ലോ ഇത്രയും കിടിലാവുന്നത്. ഡയറക്ഷൻ സൂപ്പർ ആയിരുന്നു. ഇതിൽ ഡയലോഗ് ഡെലിവറീസ് ഒക്കെ നല്ല രസമായിരുന്നു. എസ്പെഷ്യലി ആ ഫസ്റ്റ് പാട്ട്, ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ എടുത്ത പാട്ട് കിടിലായിരുന്നു. വേണമെങ്കിൽ അങ്ങനെ തന്നെ ഒരു പടം റാങ്കോഗ്ലറിന് വേറെ എടുക്കാം. അങ്ങനെ സ്റ്റൈലിൽ ഒരു ഫുൾ ഫ്ലഡ്ജ് മൂവി എടുക്കാം. ഈ ബ്രദേഴ്സിനെ കുറിച്ച് തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ വാമ്പയർ പരിപാടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേറെ ചെയ്യാൻ പറ്റും. അത്രയും രസമായിട്ടാണ് ആ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് തന്നെ കിടിലായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഫസ്റ്റ് പാർട്ടാണ്. സോ ഇതാണ് ഈ പടം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. ഒരു വാമ്പയർ സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. മാത്രമല്ല ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ മൂവി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. സോ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോയി കണ്ടിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. കാരണം എന്താ, ഒരു ആ മ്യൂസിക് ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല ഈ സിനിമ മൊത്തം ഐമാക്സിൽ ഷൂട്ട് ചെയ്തതാണ്. ഐമാക്സ് ഉണ്ടെങ്കിൽ ഐമാക്സ് തന്നെ പോയി കണ്ടു നോക്കുക. എനിക്ക് ഐമാക്സ് കാണാൻ പറ്റിയിട്ടില്ല. സോ ഈ പടം കണ്ട് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളെ ഒപ്പീനിയൻ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.